ഇത് മോർണിംഗില് കണ്ണുപിടിക്കണില്ല. ഡീസന്റ് ടൈം വന്നൂല. രാവിലെ തന്നെ വന്ന് കേറിയല്ലേ ഗൗരിയെ. ഞാനും ശ്രീമതി ഒരു യാത്രക്ക് പോവാ. ഇവളുടെ വകയിൽ ആരോ ചാവാൻ കിടക്കുന്നു അത്രേ. വകയിൽ ആരുമല്ല, എന്റെ ഇളയപ്പനാ. ആയിക്കോട്ടെ, ഇളയപ്പനെങ്കി ഇളയപ്പൻ. അപ്പോ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. പറ്റുമെങ്കിൽ വേളാങ്കണി വരെ ഒന്ന് പോണം. താക്കോലൊന്ന് പിടിച്ചേ. റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കണേ. ഗൗരി, എന്തുട്ടാ നിന്റെ കണ്ണ് കലങ്ങിരിക്കുന്നത്? മാധവൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഗൗരിയെ, നീ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അവനെ വഷളാക്കുന്നതേ അവന്റെ ചില കൂട്ടുകാരാണ്. അങ്ങനെ പറയരുത്. അങ്ങനെ തന്നെ പറയോടാ. ഞാനും മാധവനെ ക്ലാസ്മേറ്റ്സ് ആണ്. അവന്റെ എന്റെയും അവസ്ഥ കണ്ടില്ലേ? എടോ വാര്യരെ, കയ്യിൽ ചെമ്പ് വരണെങ്കിലേ അതനുസരിച്ച് കളിക്കണം. അതാ കന്നാലിക്ക് അറിയില്ലല്ലോ. ആ പറഞ്ഞു ശരിയാ. താൻ തെറ്റും ശരിയും പറയാൻ നിക്കണ്ട. പോ നോക്ക്. അത് ശരിയാ. അല്ല ഇപ്പൊ ഏതപ്പ ശരി ഇപ്പൊ ഇതില്? അപ്പൊ പിന്നെ ഗൗരി, ഞങ്ങള് വരട്ടെ മോളെ. ജനലയുടെ സൈഡില് വല്ലതും വെച്ചോണ്ടോ? ചേട്ടാ, എനിക്കൊരു 2000 രൂപ വേണം. കുട്ടിക്ക് ഉടുപ്പെടുക്കാൻ. എനിക്കറിയാടാ മാധവ നിന്റെ കളി. ആ വക്കച്ചന്റെ ടീമിന്റെ കൂടെ കൂടി വിദേശി അടിക്കാനല്ലേ? സത്യമായിട്ടുമല്ല. എത്ര സത്യട്ടാലും 10 പൈസ തരില്ല. എന്റെ മോൾക്കൊരു ഉടുപ്പെടുക്കണം. അതിന് ചെറിയ വിലയുടെ വിലൊന്നും മേടിച്ചാ പോരെ? പോരാ, എടുക്കുമ്പോ നല്ലതെടുക്കണം. അവളുടെ കണ്ണും മനസ്സും നിറയണം. സംഗതിയൊക്കെ കൊള്ളാം. പല തവണയായിട്ടേ നീ 5000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അതിങ്ങ് തിരിച്ചു എന്നിട്ട് ആലോചിക്കാം. മാധവ, മാധവ, അവിടെ നിക്കടാ. അതവിടെ വെച്ചേ. ഇതൊഴിച്ചു കളഞ്ഞാലും ശരി, ഞാൻ തരില്ല. നീ പറഞ്ഞ 2000 രൂപ നീ ആ കന്നാസിർ തന്നേ. പിന്നെ 2 മാസത്തേക്ക് പണമിടപാട് പറ്റില്ല കേട്ടോ. ഓക്കെ. ഗോപിയെ, എന്താ നനഞ്ഞ പടക്കം പോലെ നിൽക്കുന്നത്? ഒന്നുമില്ല മാധവ, ഞാൻ ഒരു കാര്യത്തിന് വന്നതാ. പക്ഷേ ശരിയായില്ല. നീ കാര്യം പറയ്. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. മോക്കൊരു ഉടുപ്പ് കൊണ്ടുവരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ അത്രേ ഉള്ളൂ. കാശുള്ളപ്പം വാങ്ങാമല്ലോ. കട എങ്ങോട്ടും പോവില്ല. നീ വാ. എവിടെ ചെന്റെ ഉടുപ്പ്? വാങ്ങിയില്ല അല്ലേ? ഉടുപ്പ് നാളെ ആയാലും വാങ്ങാമല്ലോ. നാളെ എൻ്റെ മോളുടെ പിറന്നാളാ മാധവ. മോളിഞ്ഞു വന്നേ. നിന്റെ അച്ഛൻ മോളെ ഒന്ന് പറ്റിച്ചല്ലേ? അസലൊരു ഉടുപ്പല്ലേ മോക്ക് അച്ഛൻ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. നോക്കിയേ. താങ്ക് യു അച്ഛാ. എങ്ങനാ മാധവ? അതങ്ങനെയാ. വരട്ടെ. നിനക്ക് വന്ന് കിടന്നൂടെ കുട്ടിയെ? അച്ഛൻ അതൊക്കെ മറന്നു കാണും. അച്ഛൻ ഉടുപ്പ് കൊണ്ടുവരും, അമ്മ നോക്കിക്കോ. അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി. അമ്മേ, അച്ഛൻ എന്നും കുടിച്ചിട്ടുണ്ട്. അച്ഛാ, ഉടുപ്പ് വാങ്ങിയില്ലേ? ഞാൻ ഉടുപ്പ് വാങ്ങിയാലേ എന്റെ മോക്ക് ഇഷ്ടമാവില്ല. അതൊക്കെ അമ്മ വാങ്ങിച്ചു തരും. ഗൗരി, ഇതാ മോക്ക് നാളെ തന്നെ നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്ക്. എവിടുന്ന ഇത്രയും കാശ്? അതൊക്കെ കിട്ടി. എന്നാ സുമിത്രേച്ചിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് തിരിച്ചു കൊടുത്താലോ? അതിന് ഞാൻ നാളെ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഇത് വെച്ച് എന്റെ മോക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു.
എനിക്ക് മുതൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടാ. ഗോപിയേട്ടൻ എന്തുട്ടെ പേടിക്കണേ? അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. എന്താ ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ചർച്ച? അച്ഛൻ എന്താ ഇങ്ങനെ? സൂക്ഷിക്കണം. സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. എനിക്ക് തല കറങ്ങണ പോലെ തോന്നുന്നു. ഞാനൊന്ന് കിടന്നോട്ടെ. കിടന്നോ, ഞാൻ പോവാട്ടോ. ഗോപിയേട്ടാ. അമ്മേ, ഇതാ മീനന്റെ അങ്കിള്. ഇരിക്കൂ. ഞാൻ ടോബി, ഒരു ചെറിയ സാമൂഹ്യ പ്രവർത്തകനാണ്. സ്ത്രീ സമൂഹത്തിനെതിരെ എന്ത് നെറികേടുണ്ടായാലും അതിനെതിരെ പ്രതികരിക്കുന്ന മനസാക്ഷി എന്ന സംഘടനയുടെ ഒരു എളിയ പ്രസിഡന്റ്. അതേതായാലും കൊള്ളാം. പേപ്പർ തുറന്നാൽ മുഴുവൻ പീഡന വാർത്തകളാണല്ലോ. അതിനെതിരെ പോരാടാൻ നിങ്ങളെങ്കിലും ഉണ്ടല്ലോ. മീനൂട്ടി എന്തേ 2 ദിവസമായിട്ട് സ്കൂളിൽ വരാത്തെ? അത് പിന്നെ അവക്ക് പനിയാ. പിന്നെ ഞാനത് എങ്ങനെ നിങ്ങളോട് പറയാ? നിങ്ങളുടെ ഭർത്താവിന്റെ സുഹൃത്തായ ഗോപിയെ കുറിച്ച്. എന്താ? അതിവിടെ പറയാമോന്ന് എനിക്കറിയില്ല. എന്നാ പറയാതിരിക്കാനും വയ്യ. ടോബി പറഞ്ഞോളൂ, ഞങ്ങളെ ഒന്നും അന്യരായിട്ട് കാണണ്ട. അയാള് ശരിയല്ലേ ചേച്ചി? ഗോപിയോ? എന്താ അങ്ങനെ പറയുന്നേ? അയാൾക്കിപ്പോ സ്വന്തം മോളെ പോലും തിരിച്ചറിയാതായിരിക്കുന്നു. ഈശ്വര, എന്താ അമ്മേ? ഓ, ഞാനിതങ്ങ് മറന്നു. ദാ. എന്നാ ഞാനങ്ങോട്ട്.